ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഓരോ നോമ്പിൻ്റെ അനുഭവവും ഓരോ തീർത്ഥയാത്രകളാണ്. കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാളിലേക്കും അവൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്കുമുള്ളതായ ഈ യാത്രയിൽ പാതി വഴിയിൽ തളർന്നു പോകാതെ, പൈശാചിക ശക്തിയിൽ അകപ്പെട്ടു പോകാതെ, നോമ്പിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളതായ പ്രാർത്ഥനയിലൂടെ ആ വലിയ രക്ഷയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ഇടയാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നു ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത ദൈവം നൽകിയിട്ടുള്ളതായ കൽപ്പനകളെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിച്ച് യഹോവയുടെ കോപത്തിന് പാത്രമായി 70 സംവത്സരത്തെ പ്രവാസത്തിലേക്ക് കടക്കുന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം. 10 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ബാബേലിലെ പ്രവാസത്തിനു ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ എന്ന്. ബാബേൽ പ്രവാസം ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്രകാരം നമുക്കും വിശുദ്ധ നോമ്പ് ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. ഇതിനെ ആസ്പദമാക്കി 3 ചിന്തകളാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവസ്നേഹത്തെ തിരിച്ചറിയുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. നാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എന്തെന്നും ഭാവിയെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ എന്തെന്നും ദൈവത്തിന് വ്യക്തതയുണ്ട് എന്ന് മാത്രമല്ല, അവ ഓരോന്നിനെ പ്രതിയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അവ നമ്മുടെ നന്മയ്ക്ക് മാത്രമാണ് ഉതകുന്നത്. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹമാണ് ഇവിടെ പ്രകടമാവുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തൻ്റെ പുത്രനെ നമുക്ക് യാഗമായി നൽകിയത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. രണ്ടാമതായി, ദൈവം കൽപ്പിച്ചു നൽകിയിട്ടുള്ളതായ ചില നിയന്ത്രണങ്ങളെ തിരിച്ചറിയുക. ബാബേലിലെ പ്രവാസത്തിനു ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ ദേശത്തേക്ക് മടക്കി വരുത്തുകയുള്ളൂ എന്ന യഹോവയുടെ അരുളപ്പാട്. ഇവിടെ നിർബന്ധപൂർവമായ ഒരു പ്രവാസകാലം ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പിക്കുന്നു. തങ്ങളെ ഇത്രമാത്രം കാത്തു പരിപാലിച്ച ദൈവസ്നേഹത്തെ മറന്നു ജീവിച്ച ഇസ്രായേൽ ജനങ്ങൾക്ക് പാപബോധം ഉണ്ടാകുവാനും ദൈവത്തിലേക്ക് തിരിയുവാനുമാണ് ഇപ്രകാരം ഒരു നിയന്ത്രണം കൽപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു നിയന്ത്രണത്തിൻ്റെ അനുഭവം നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനിവാര്യമല്ലേ എന്ന് ചിന്തിക്കുവാനുള്ള സമയമാണിത്. കണ്ണുകളെ ആകർഷിക്കുന്നതായ കാഴ്ചകളും കാതുകളെ ആകർഷിക്കുന്നതായ കേൾവികളും നമ്മുടെ ചിന്തകളെ ഭരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ജനമാണെന്നും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളാണെന്നുമുള്ള പൂർണ്ണ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ ചില ചിട്ടകളും നിയന്ത്രണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് ഇടയാകണം. അപ്പോഴാണ് ആ വലിയ നോമ്പിലെ ആ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത്. മൂന്നാമതായി, ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ തിരിച്ചറിയുക. പ്രവാസത്തിൻ്റെയും കഷ്ടതയുടെയും കാലഘട്ടം മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നുള്ളതായ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്നും ദൈവം അരുളി ചെയ്യുന്നു. ഇവിടെ ഒരു വാഗ്ദാനമാണ് ദൈവം നൽകുന്നത്. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട നമുക്ക് നിത്യജീവൻ്റെ വാഗ്ദാനമായാണ് ക്രിസ്തു ക്രൂശിൽ യാഗമായത്. നിത്യജീവൻ എന്ന വാഗ്ദാനത്തിൻ്റെ പ്രത്യാശയിലാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തീർത്ഥാടനം പൂർത്തിയാക്കേണ്ടത്. ആയതിനാൽ ഈ പരിശുദ്ധ നോമ്പിലൂടെ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മശരീര മനസ്സുകളുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി
ദൈവിക വാഗ്ദാനമായ നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.